കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു പുതിയ കാർഡ് ഇറക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ അല്ലെങ്കിൽ കാർഡ് നൽകാനുള്ള അധികാരം. ആ അധികാരം സംസ്ഥാന സർക്കാർ ഏത് വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടനയുടെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമായി കേരളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തെ തന്നെ ഒരു രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. തമാശയ്ക്കാണ് പറഞ്ഞു വന്നതെങ്കിലും പിണറായി സർക്കാരിന്റെ നയങ്ങൾ കാണുമ്പോൾ അത്തരം ഒരു സംശയത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ പുതിയൊരു തിരിച്ചറിയൽ കാർഡ് പ്രഖ്യാപനവുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ഉതകുന്ന ഒരു തിരിച്ചറിയൽ കാർഡുണ്ട്, ആധാർ കാർഡ്. ആ ഒരു ഐഡന്റിറ്റി പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു തിരിച്ചറിയൽ കാർഡ് പ്രഖ്യാപനത്തിലൂടെ പിണറായി സർക്കാരിന്റെ ഉദ്ദേശം കേരളത്തെ മറ്റൊരു രാജ്യമാക്കി പ്രവർത്തിപ്പിക്കുക എന്ന തരത്തിലാണ് എന്നുള്ളൊരു ആക്ഷേപം ഉയരുകയാണ്. പൗരത്വ ആശങ്ക അകറ്റാൻ വേണ്ടിയാണ് ഇത്തരം ഒരു തിരിച്ചറിയൽ കാർഡിലൂടെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ആധാർ കാർഡിനെ അടക്കം അപമാനിക്കുന്ന തരത്തിലാണ് ഇത്തരം ഒരു തീരുമാനം എത്തിപ്പെടുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് നിലവിൽ ഉയരുന്നത്. ഈ സമയത്ത് പൊതുജനങ്ങൾ വളരെ വലിയൊരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. കാരണം നിലവിൽ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ കേരളം ഒന്നടങ്കം മുച്ചൂടും മുടിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള നയങ്ങൾ കൂടെ വരുമ്പോൾ കേന്ദ്രത്തിന്റെ നിലപാടുകൾ കേരളത്തോട് കടുക്കും എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതേസമയം ഒരുപാട് ജനങ്ങൾ ഈ വിഷയവുമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ അവർ പറയുന്നത് തിരിച്ചറിയൽ കാർഡ് ഭാരത് സർക്കാർ ഇറക്കിയിട്ടുള്ള സാഹചര്യത്തിൽ അതുപോലെ കേരളത്തിൽ മാത്രമായി ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നത് കേന്ദ്രത്തെ വെല്ലുവിളിക്കാനാണ്, അവഗണിക്കാനാണ് എന്നാണ് പറയുന്നത്. ഇത് CPM-ന് എന്ത് നേട്ടമാണ് കൊണ്ടുവരിക എന്നും അങ്ങനെ വരുമ്പോൾ കേന്ദ്രം ഏത് രീതിയിൽ കേരളത്തെ കാണും എന്നുമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കേരളം ഭാരതത്തിൽ പെടുത്താനാണോ അതോ കേരളം സ്വന്തമായി ഒരു രാജ്യമാക്കി മാറ്റാനാണോ ഇത്തരത്തിലുള്ള ID കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പൊതുജനങ്ങൾ ചോദിക്കുന്നു. എന്തായാലും ബാങ്ക്, റേഷൻ, ആധാർ, ആരോഗ്യ പോലുള്ള നിരവധി കാർഡുകൾ, അങ്ങനെ ഉള്ള ഓരോ കാർഡുകളുമായിട്ട് ആധാർ കാർഡ് ബന്ധിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാർഡ് കൊണ്ടുവന്നാൽ അത് ജനങ്ങളെ ഓരോ ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്ന രീതിയിലും വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വിഷയമായി മാറുമെന്നാണ് ഒരാൾ പ്രതികരിക്കുന്നത്. അതേസമയം പൊതുജനങ്ങളിൽ തന്നെ മറ്റു പലരും പറയുന്നത് നിലവിൽ കേരളത്തിൽ എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് ചോദിച്ചാൽ പോലും കൃത്യമായിട്ട് ഒരു ഐഡന്റിറ്റി കാർഡ് പോലും ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കണക്കെടുക്കാൻ പറ്റാത്ത സർക്കാർ ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, സാമ്പത്തികപരമായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. രണ്ട് തവണത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ഖജനാവ് വടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പല പദ്ധതികളും തുടക്കത്തിൽ കൊണ്ടുവരുന്നു, അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നു. പക്ഷേ പിന്നീട് ആ പദ്ധതി പൂർത്തീകരിക്കില്ല, അത് തുടങ്ങിവെച്ചത് ഇല്ലാതാക്കാൻ വേണ്ടി വീണ്ടും പണം ചെലവിട്ടുകൊണ്ട് പൊതുജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പുതിയൊരു കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിലൂടെയും വലിയ സാമ്പത്തിക ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്കയാണ് സാമ്പത്തിക വിദഗ്ധരും പ്രകടിപ്പിക്കുന്നത്. അതേസമയം അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ഈ കാർഡ് കൊടുത്ത് ഇവിടെ ഒക്കെ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിൽ CPM ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപവും ഈ വിഷയത്തിൽ ഉയരുകയാണ്. വോട്ട് വർദ്ധിപ്പിക്കാം, അന്യസംസ്ഥാനത്തുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനെ കേരളത്തിലേക്ക് എത്തിപ്പിച്ച് അവർക്ക് ID കാർഡ് വിതരണം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വോട്ട് കൂട്ടാനുള്ള ഒരു തന്ത്രമാണ് ഇത് എന്നുള്ളൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ പൗരന്മാർക്ക് പുതിയ തിരിച്ചറിയൽ കാർഡ് എന്നുള്ളൊരു ആശയമാണ് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. ഫോട്ടോ പതിപ്പിച്ച നേറ്റിവിറ്റി കാർഡാണ് സർക്കാർ ഇതിലൂടെ അവതരിപ്പിക്കുന്നതെന്നും ഇത് സർക്കാർ സേവനങ്ങൾക്കുള്ള ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ അഭിപ്രായം അറിയിച്ചത്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നീക്കത്തിന് പ്രതിരോധമായാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം എന്നുള്ള ആക്ഷേപം ഇതോടുകൂടെ ഉയർന്നു. സംസ്ഥാനത്ത് നിലവിൽ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായാണ് സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് എന്നും നേറ്റിവിറ്റി
നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഉപയോഗിക്കാവുന്നതും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഇവ ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലുള്ള നിയമ പിൻബലത്തോടുകൂടിയുള്ള ആധികാരിക രേഖയാണ് ഈ കാർഡും എന്നാണ് സർക്കാരിന്റെ വാദം. ഒരു സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നുണ്ട്. ഈ വിഷയം പരാതിയായി സർക്കാരിന് മുന്നിലുണ്ട്. ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയും ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. നേറ്റിവിറ്റി കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ചു ജീവിക്കുന്നയാളാണെന്നോ സ്ഥിര താമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലായിരിക്കും ഈ കാർഡ് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ വരില്ല എന്നുള്ളത് ഇതിലൂടെ പിണറായി സർക്കാർ വ്യക്തമാക്കുന്നു. ഇതിനുവേണ്ടി ആധികാരികവും നിയമ പിൻബലവുമുള്ള രേഖയായിട്ടാണ് ഇത്തരത്തിൽ നേറ്റിവിറ്റി കാർഡ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി ഈ കാർഡിനെ ഉപയോഗപ്പെടുത്താമെന്നും പിണറായി സർക്കാർ പറഞ്ഞു. പക്ഷേ ഇത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും, ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്നതിനെ കുറിച്ചുള്ള വലിയൊരു ആശങ്ക പ്രകടിപ്പിച്ചാണ് BJP രംഗത്തെത്തുന്നത്. BJP പറയുന്നത് പ്രകാരം ഇത് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു വെല്ലുവിളി മാത്രമായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഇതിന്റെ നിയമ സാധുത എന്താണ് എന്നത് സർക്കാർ തന്നെ വ്യക്തമാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് K മുരളീധരൻ അടക്കം രംഗത്തെത്തി ഈ വിഷയത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു പുതിയ കാർഡ് ഇറക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുണീക്ക് ഐഡന്റിറ്റി കാർഡുണ്ട്. ആധാർ കാർഡ് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആധാർ കാർഡിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണോ കേരള സർക്കാർ പുതിയ ഈ ഐഡന്റിറ്റി കാർഡ് ഇറക്കാൻ പോകുന്നത്? ഈ പുതിയ ഐഡന്റിറ്റി കാർഡിന് നിയമസാധുത ഏത് തരത്തിലാണ് ഉണ്ടാവുക? ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ അല്ലെങ്കിൽ കാർഡ് നൽകാനുള്ള അധികാരം. ആ അധികാരം സംസ്ഥാന സർക്കാർ ഏത് വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടനയുടെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്? അതോ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലുമായിട്ട് ഒരു കരാർ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പിന്റെ തുടക്കം എന്നുള്ള നിലയിലാണോ ഈ പ്രഖ്യാപനം? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഈ സർക്കാരിൻ്റെതായിട്ടുണ്ട്. ഇപ്പൊ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് ഏതാണ്ട് 75 കോടി രൂപ ചെലവിട്ടു. ഇപ്പൊ ആ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണം ചെലവിടാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടെന്ന് കൊണ്ടുവരുന്ന പണമല്ല. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ നികുതിദായകൻ, ആ നികുതിദായകൻ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം മുഴുവൻ ചെലവാക്കാൻ പോകുന്നത്. അതുപോലെ ഒരാൾക്കും പ്രയോജനപ്പെടുത്താത്ത, ഒരു സാധുതയുമില്ലാത്ത ഒരു കാർഡ് നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഇതുപോലെ ആരെങ്കിലുമായിട്ട് കരാറുണ്ടാക്കി ആ കരാറിന്റെ ഒരു അംശം വരുന്ന തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ തുടക്കമായിട്ടാണോ ഈ പ്രഖ്യാപനം ഇന്നലെ നടന്നത് എന്നുള്ള ആശങ്ക ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം ഈ സർക്കാർ ഇതുപോലെ നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നികുതിദായകന്റെ പണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, നികുതിദായകന്റെ കീശ കാലിയാക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ്. മഞ്ഞക്കുറ്റി അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. സിൽവർ ലൈനിന്റെ പേരിൽ ചെലവാക്കിയ തുക, ഈ പദ്ധതി നടപ്പാവില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു. ആർക്കൊക്കെയാണ് അതിന്റെ പേരിൽ പ്രയോജനം ഉണ്ടായത് എന്ന് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഈ പുതിയ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്? അതല്ല, ആരെങ്കിലുമായിട്ട് കരാർ ഒപ്പിടാനുള്ള തീരുമാനം സർക്കാരിന്റെ തലത്തിലോ പാർട്ടി തലത്തിലോ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ? ഇതിൽ വലിയൊരു അഴിമതി സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ ആധാറിന് പകരമല്ല, പക്ഷേ ആധാർ പോലുള്ള രേഖകൾ ഉള്ളപ്പോൾ പലരും തങ്ങൾ ഇവിടുത്തെ പൗരന്മാരാണ് തെളിയിക്കേണ്ട ഒരു ദുര്യോഗം വന്നിട്ടുണ്ട്.
അത് മറികടക്കാനാണ് എന്നാണ് അതിനെന്ത് നിയമസാധുതയുണ്ട്? നിയമസാധുത ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു രേഖ, ആ രേഖ ആധാറിന് വിരുദ്ധമാണെങ്കിൽ ഏത് രേഖയാണ് അടിസ്ഥാനപരമായിട്ട് പരിഗണിക്കപ്പെടുക? അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കാർഡ് പുറത്തു വന്നതിന് ശേഷം ഇതേപോലെ കാർഡ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് കുറെ പണം കൊടുക്കും, അതിന്റെ ഒരു അംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കിട്ടും, ഈ നാട്ടിലെ ജനങ്ങൾക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടാകും.